സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു സ്നാപ്പിലേക്കാണ് കിടക്കുന്നത്. പി ജെ ആൻ്റണിയുടെ സമ്പൂർണ്ണ കൃതികൾ 4-ാം വോളിയം തന്നെയാണ്. ഇത് 1055 സ്നാപ്പ് മുതൽ നമ്മൾ വേറൊരു രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. ഇതിനകത്ത് എന്നെപ്പറ്റി എന്ന് പറയുന്ന പി ജെ ആൻ്റണി എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ ചാപ്റ്ററുകളുണ്ട്. അപ്പോൾ നമുക്കത് അതിലൂടെ കടന്നു പോകാം, നോക്കാം. എന്നെപ്പറ്റി സ്നാപ്പ് നമ്പർ 1055. 9 വർഷകാലം എത്തിയോപ്യൻ ചക്രവർത്തിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി നോക്കിയിട്ടുള്ള അഡ്വക്കേറ്റ് ജോസഫ് സ്റ്റാൻലി പി ജെയുടെ ആത്മമിത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം തയ്യാറാക്കിയ ലേഖനമാണ് എന്നെപ്പറ്റി. നോക്കാം. അക്ഷയോഗം മാസികയ്ക്ക് വേണ്ടി എന്നെപ്പറ്റി എന്ന ശീർഷകത്തിൽ ഒരു ലേഖനം എഴുതണമെന്ന് പ്രസ്തുത മാസികയുടെ ഉപദേഷ്ടാക്കളിൽ ഒരാളും എൻ്റെ ഉറ്റമിത്രവുമായ ശ്രീ ജോസഫ് സ്റ്റാൻലി എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതൊരു വല്ലാത്ത പ്രശ്നമാണ്. ഒന്നാമതായി എന്നെപ്പറ്റി എന്തെങ്കിലും പറയേണ്ടത് ഞാനല്ല, മറ്റുള്ളവരാണ്. ഞാൻ എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് തന്നെ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. വളരെ ആത്മകഥാംശമായിട്ടുള്ള വരികളാണ്. അത് കഴിയുന്നിടത്തോളം മനസ്സിലാക്കാൻ കുറേ കാലമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. തന്നെയുമല്ല, നമ്മളെപ്പറ്റി നമ്മൾക്കറിയാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്കറിയാൻ കഴിയും. നമ്മൾ മിക്കവാറും നമ്മുടെ നന്മകളായിരിക്കും കൂടുതലായി കാണുക, മറ്റുള്ളവർ തിന്മകളും കാണും. അഥവാ നമ്മുടെ തിന്മകൾക്കായിരിക്കും അവർ കൂടുതൽ പ്രാധാന്യം നൽകുക. അന്യൻ്റെ തിന്മകൾ മാത്രം കണ്ടുപിടിക്കാനുള്ള മനുഷ്യൻ്റെ നൈസർഗികമായ വാസനയും കൂടി അതിനൊരു കാരണമായിരിക്കാം. എന്തു തന്നെ ആയാലും നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്നത് മറ്റുള്ളവർ തന്നെ ആയിരിക്കും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ കയറി ചെന്നു. സ്നേഹിതൻ വരാന്തയിൽ ഇരിപ്പുണ്ടായിരുന്നു. അയാളുടെ 6 വയസ്സും പ്രായമുള്ള മകൻ മുറ്റത്തും. ഞാൻ വരാന്തയിലേക്ക് കയറി ഒരു കസേരയിലിരുന്നു. സ്നേഹിതൻ ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, എടോ താൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് തനിക്ക് കാണണം. എനിക്ക് കാര്യം മനസ്സിലായില്ല. എങ്കിലും ഞാൻ കൗതുകത്തോടുകൂടി പറഞ്ഞു, കാണണം, കാണിച്ചതോ. ഒട്ടും വൈകാതെ അയാൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന മകനോട് പറഞ്ഞു, ആൻ്റണി അങ്കിൾ നടക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു കൊടുക്ക്. ആ കൊച്ചുമിടുക്കന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അവൻ ഒരു പ്രത്യേക രീതിയിൽ നടന്ന് വരാന്തയിലേക്ക് കയറി. ഞാൻ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പൊട്ടിച്ചിരിച്ചു പോയി. വാസ്തവത്തിൽ എൻ്റെ നടപ്പിലുള്ള പ്രത്യേകത എന്താണെന്ന് എന്നെ മനസ്സിലാക്കി തന്നത് 6 വയസ്സുള്ള കൊച്ചു കുഞ്ഞാണ്. ഇതുപോലെ നമ്മുടെ ബാഹ്യചേഷ്ടകളിലുള്ള പ്രത്യേകതകളും ഗോഷ്ഠികളും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നു വരില്ല. മിക്കവാറും മനസ്സിലാക്കാൻ സാധ്യവുമല്ല. അതൊക്കെ എളുപ്പത്തിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽപ്പെടും. ബാഹ്യചേഷ്ടകളുടെ കാര്യത്തിലെന്ന പോലെ ആന്തരിക പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും മേൽപ്പറഞ്ഞത് ബാധകമാണ്. വെറുപ്പ്, വിദ്വേഷം, അസൂയ, അല്പത്തം മുതലായവ പല ചപ്പുചവറുകളും നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. പക്ഷേ സ്വന്തം നന്മകളെ മാത്രം താലോലിക്കാൻ പഠിപ്പുള്ള നമുക്ക് ഈ ദോഷവശങ്ങളിലേക്ക് അഥവാ എത്തി നോക്കാൻ സാധിച്ചെന്നു വരില്ല. അതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞാലും അത്തരത്തിലുള്ള സ്വന്തം പിശകുകൾ തെറ്റല്ലെന്ന് ചില മുട്ടായ യുക്തികൾ കണ്ടുപിടിച്ച് സ്വയം ന്യായീകരിക്കാനും അതൊക്കെ നന്മയാണെന്ന് വിശ്വസിച്ച് സമാധാനിക്കുവാനുമായിരിക്കും നമുക്ക് താല്പര്യം. എന്നാൽ നമ്മളുമായി ഇടപഴകുന്നവർ നമ്മുടെ കുറവുകളെ അനായാസം കണ്ടുപിടിക്കും. കാരണം മനസ്സിലും ബുദ്ധിയിലും അലിഞ്ഞു ചേർന്ന് കിടക്കുന്നവ ഏതു രൂപത്തിലെങ്കിലും പുറത്തു വരാതിരിക്കുകയില്ല. എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ നന്മകളെക്കാൾ കൂടുതൽ തിന്മകളുടെ ഉടമയാണ് ഞാൻ. ചിലതൊക്കെ തിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റു ചിലതൊക്കെ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പലതും തിരുത്താൻ സാധിക്കാതെയും കിടക്കുന്നു. എൻ്റെ പ്രവർത്തന രംഗത്ത് തെറ്റെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്നിൻ്റെ മുൻപിലും ഞാൻ വിട്ടുവീഴ്ചയ്ക്കു സന്നദ്ധനായിട്ടില്ല. ചില കാര്യങ്ങളിലുള്ള എൻ്റെ കടുംപിടുത്തം പല വിരോധികളെയും ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ സമയത്ത്
അതങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് എന്നോട് കൂടുതൽ അടുത്തിട്ടുള്ളവരുമുണ്ട്. ആരുടെ മുൻപിലും അയാൾ എത്ര വലിയവനായാലും ചെറിയവനായാലും എൻ്റെ അഭിപ്രായങ്ങൾ ശക്തമായ ഭാഷയിൽ വെട്ടിത്തുറന്ന് പറയാനും എതിർക്കേണ്ടതാണെന്ന് തോന്നുന്നിടത്ത് എതിർക്കാനും ഞാൻ മടി കാണിക്കാറില്ല. അതാണ് ധീരമായ ഭരത് പി ജാനിയുടെ വരികൾ. ആ ശീലവും എനിക്ക് വിരോധികളെ സമ്പാദിച്ചിട്ടുണ്ട്. എനിക്ക് എത്രമാത്രം സ്നേഹിതന്മാരുണ്ടോ അത്രയും തന്നെ വിരോധികളും കാണും. എല്ലാവരെയും ഒരുപോലെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. ഒരു പരമാണുവിന് പോലും ദോഷം ചെയ്യാത്ത മഹായോഗിക്കും പ്രതിയോഗികളുണ്ട്. നാം തിരഞ്ഞെടുത്തിട്ടുള്ള കർമ്മ സ്ഥാനത്ത് ആത്മാർത്ഥതയോടുകൂടി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആരെയും ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരുടെ പ്രീതിക്കും അപ്രീതിക്കും അവിടെ പ്രസക്തിയുമില്ല. എല്ലാവരെയും ഒരുപോലെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നത് ഒരു വേശ്യാനയമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു വേശ്യാനയമാണ്. എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ളതൊരു വേശ്യാനയമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുവരെ ഞാൻ ഒരാളുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ മനഃപൂർവ്വം ശ്രമിച്ചിട്ടില്ല. എനിക്കെൻ്റെ എല്ലാ കുറ്റങ്ങളോടും കുറവുകളോടും കൂടി എന്നെ സ്നേഹിക്കുന്നവർ മതി. എനിക്കെൻ്റെ എല്ലാ കുറ്റങ്ങളോടും കുറവുകളോടും കൂടി എന്നെ സ്നേഹിക്കുന്നവർ മതി. ഏത് തരക്കാരുമായി കണ്ടുമുട്ടിയാലും അവരുടെയൊക്കെ സ്നേഹം സമ്പാദിക്കാൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ വിശദീകരിക്കുന്ന പല പുസ്തകങ്ങളുമുണ്ട്. പലപ്പോഴും നമ്മുടെ അപ്രിയങ്ങളും അഭിപ്രായങ്ങളും വ്യക്തിത്വം തന്നെയും ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ട് വേണം അങ്ങനെ ജീവിക്കാൻ. ഉദാഹരണത്തിന് ഡെയിൽ കാർണഗിയുടെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, ഡെയിൽ കാർണഗി എന്ന പുസ്തകം തന്നെ എടുക്കാം. അത് മനുഷ്യരെ ആത്മവഞ്ചന ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ 30-ൽ പരം വർഷങ്ങളായി ഞാൻ കലാരംഗത്ത് പ്രവർത്തിക്കുന്നു. പല വിഭാഗങ്ങളിലും ഞാൻ എൻ്റെ എളിയ കഴിവുകൾ വിനിയോഗിച്ചിട്ടുണ്ട്. അവയൊക്കെ വിജയമായിരുന്നു പരാജയമായിരുന്നു എന്നുപോലും ഞാൻ തെല്ലും നിരാശനാകുകയില്ല. കാരണം ഒന്നും ചെയ്യാതെ ഈ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്നതിനേക്കാളും ഉത്തമമാണ് എന്തെങ്കിലും ചെയ്തു പോകുന്നത്. എൻ്റെ സൃഷ്ടികൾക്കും എൻ്റെ ജീവിതത്തിനും അംഗീകാരം ലഭിച്ചില്ലെങ്കിലും ഞാൻ സംതൃപ്തനാണ്. ഭരത് പി ആൻ്റണി. ഇതിൽ രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാം. എന്നെപ്പറ്റി എന്നുള്ള തുടരുകയാണ് നമ്മൾ. സ്നാപ്പ് നമ്പർ 1056. മഹാകവി ജി ശങ്കരക്കുറുപ്പിനൊരു തുറന്ന കത്ത്. ഇതിലൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള നമ്മളൊരു ആക്ടിങ് ശൈലിയിലാണിത് പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ. നിങ്ങളതുപോലെ തന്നെ അത് ഉൾക്കൊള്ളുക. ഓക്കെ, നോക്കാം. ആയുഷ്മൻ പരിഷത്തിൻ്റെ 21ാം വാർഷികം സംബന്ധിച്ച് നടത്തിയ കലോത്സവത്തിൽ 1951 ഒക്ടോബർ 12-ാം തീയതിയിലെ കലാപ്രകടനങ്ങളിൽ നിന്ന് പ്രതിഭ ആർട്സ് ക്ലബ് എന്തുകൊണ്ട് പിന്മാറിയെന്ന് ഒരു പ്രസ്താവന മൂലം അറിയിച്ചിട്ടുണ്ടാവുമല്ലോ. ഒരു പ്രസ്താവന കൂടാതെ തന്നെ അതിൻ്റെ വാസ്തവസ്ഥിതികൾ അങ്ങേക്ക് അറിവുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ബ്രാക്കറ്റിൽ വ്യക്തിപരമായ നിലയിലാണ് ഞാനിത് എഴുതുന്നതെങ്കിലും പ്രതിഭ ആർട്സ് ക്ലബ്ബ് എൻ്റേത് കൂടിയാണെന്ന് ആദ്യമേ മനസ്സിലാക്കുവാനപേക്ഷ. ഈ കത്തിൽ ഞങ്ങൾ എന്ന് ഞാൻ പ്രയോഗിക്കുന്നത് ഒരു ക്ലബിലെ അംഗമെന്ന നിലയിൽ എനിക്കുള്ള വ്യക്തിഗതമായ ആശയം വ്യക്തമാക്കാനാണ്. ബ്രാക്കറ്റ് ക്ലോസ്ഡ്. ഞങ്ങളുടെ പരിപാടികൾ നിർത്തിയ ഉടനെ തന്നെ അങ്ങ് കോപാക്രാന്തനായ അണിയറയിലേക്ക് ഓടി വന്നിട്ട് പലരും പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞൊരു വാചകമാണ് ഈ തുറന്ന കത്തിന് കാരണം. അതെന്താണ്? അങ്ങെന്താണ് പറഞ്ഞത്? സൗകര്യമില്ലെങ്കിൽ കലയും ദാരിദ്ര്യവും അഭിനയിക്കേണ്ടെന്ന് വെക്കി സന്ധ്യയും മറ്റും നടത്തൂ എന്ന്. സൗകര്യമില്ലെങ്കിൽ കലയും ദാരിദ്ര്യവും അഭിനയിക്കേണ്ടെന്ന്. കലയും ദാരിദ്ര്യവും അന്ന് അഭിനയിക്കുന്ന നാടകമായിരുന്നു. സന്ധ്യയും മറ്റും നടത്തൂ എന്ന്. ആ വാചകത്തിൽ എത്രമാത്രം നിന്ദയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് അങ്ങ് ആലോചിച്ചോ. സന്ധ്യ അങ്ങ് എഴുതിയതായതുകൊണ്ട് അത് രംഗത്ത് വന്ന് കാണാൻ അങ്ങ് അതിയായി ആഗ്രഹിച്ചിരുന്നു. ശങ്കരക്കുറുപ്പിൻ്റെ രചനയായിരുന്നു സന്ധ്യ. അത് വേഗം
കളിച്ചു കാണാൻ ആഗ്രഹിച്ചത് അല്ലേ? എന്നാൽ അതിൽ നിന്നും ഒട്ടും താഴെയല്ലായിരുന്നു ഞാൻ എഴുതിയ കലയും ദാരിദ്ര്യവും. രംഗത്ത് വരുവാൻ എനിക്കുണ്ടായിരുന്ന ആഗ്രഹവും. കലയും ദാരിദ്ര്യവും പി ജാനിയുടെ രചനയും സന്ധ്യ ജി ശങ്കരക്കുറുപ്പിൻ്റെ രചനയാണ്. ഞാൻ മഹാകവിയോ മഹാനാടകകൃത്തോ മഹാകഥാകൃത്തോ ഒന്നുമല്ലെങ്കിലും എൻ്റെ എളിയ നിലയിൽ ഞാനും ഒരു സാഹിത്യകാരൻ തന്നെയാണ്. അച്ചടിച്ച ഗ്രന്ഥങ്ങളുടെ എണ്ണം കൊണ്ടാണ് സാഹിത്യകാരനെ അളക്കുന്നതെങ്കിൽ ഞാൻ എഴുത്തുകാരനേ അല്ലെന്ന് സമ്മതിക്കാനും തയ്യാറാണ്. അങ്ങയുടെ സന്ധ്യയും എൻ്റെ കലയും ദാരിദ്ര്യവും എന്ന നാടകവും തുല്യമായ കഴിവുകളോടുകൂടിയാണ് പ്രദർശിപ്പിക്കുവാൻ ഞങ്ങൾ യത്നിച്ചത്. അങ്ങയോളം പ്രശസ്തി എനിക്കില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. അങ്ങൊരു മഹാസാമ്രാജ്യത്തിലെ ചക്രവർത്തിയും ഞാനൊരു കാട്ടുപ്രദേശത്തിലെ പുൽക്കൊടിയുമായിരിക്കാം. എങ്കിലും ഒരു കലാസൃഷ്ടി നടത്തുന്നതിൽ അങ്ങേക്കുള്ള അത്രയും തന്നെ ആവേശവും ആത്മാർത്ഥതയും എനിക്കുമുണ്ടെന്ന് ആണ് എൻ്റെ വിശ്വാസം. പിന്നീട് അങ്ങ് പറഞ്ഞത് ഇപ്രകാരമാണ്: ഇത് നിങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും പരിപാടിയാണ്. ഭീഷണി സംഭവിച്ചതാണ്. എൻ്റെ ജീവചരിത്ര ഗ്രന്ഥത്തിലൊക്കെ ഞാനത് എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും പരിപാടിയാണ് മിസ്റ്റർ ആൻ്റണി. മഹാത്മൻ, അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം അങ്ങേക്ക് എങ്ങനെയുണ്ടായി? പ്രതിഭ ആർട്സ് ക്ലബിനെ കൊണ്ട് ആദ്യ നാടകം അഭിനയിപ്പിച്ചത് അങ്ങോ പരിഷത്തോ അല്ല. അപ്പോൾ ആദ്യത്തെ എന്ന വാക്ക് തെറ്റാണെന്ന് സമ്മതിക്കുക. നീ പറഞ്ഞതെങ്ങനെയാണല്ലോ, ഇത് നിങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും പരിപാടിയാണ്. എത്രയോ വർഷം മുമ്പ് 13 വയസ്സുള്ളപ്പോൾ അഭിനയം തുടങ്ങിയതാണ് പി ജാനിനൊക്കെ, കുട്ടിയായിരിക്കുമ്പോൾ. അപ്പോൾ പ്രതിഭ ആർട്സ് ക്ലബിനെ കൊണ്ട് ആദ്യത്തെ നാടകം കളിപ്പിച്ചത് പി ജി ശങ്കരക്കുറുപ്പല്ലല്ലോ. അപ്പോൾ പിന്നെ ആദ്യത്തെയും എന്ന് പറയുന്നതിന് എന്താർത്ഥം എന്നാണ് ചോദിക്കുന്നത്. പിന്നെ അവസാനത്തേതാണെന്ന് എങ്ങനെ വിധി എഴുതി? അങ്ങയുടെയും പരിഷത്തിൻ്റെയും അനുവാദം കൂടാതെ കലാലോകത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നുണ്ടോ? അഥവാ ഇനി സംഭവിക്കാൻ പാടില്ലെന്നുണ്ടോ? ഇങ്ങനെയുള്ള കലാകാരന്മാരെ ഒന്നും പ്രോത്സാഹിപ്പിക്കാമെന്ന് വെക്കുന്നത് എങ്ങനെയാണ് എന്ന് അങ്ങ് ചോദിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള കലാകാരന്മാരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാമെന്ന് വെക്കുന്നത് എങ്ങനെയാണ് എന്ന് അങ്ങ് ചോദിക്കുകയുണ്ടായി. ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ, പരിഷത്ത് നൽകിയ ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ. ഇടയിലൊന്ന് കറണ്ട് പോയി, അതുകൊണ്ടാണത് പോസ് ചെയ്യേണ്ടി വന്നത്. നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. മഹാകവി ജി ശങ്കരക്കുറുപ്പിന് ഒരു തുറന്ന കത്ത്. ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, പരിഷത്ത് നൽകിയ പ്രോത്സാഹനം മൂലം എത്ര കലാകാരന്മാർ ഉയർന്നിട്ടുണ്ടെന്ന് പറയാമോ? ലോകത്തെ മുഴുവനും ഈ ശാസ്ത്ര സാഹിത്യ ഈ സാഹിത്യ പരിഷത്തിൻ്റെ കുഴൽ കണ്ണാടിയിൽ കൂടിയാണ് അങ്ങ് നോക്കുന്നതെങ്കിൽ അത് വലിയ പിശകാണ്. നിങ്ങളുടെ ഭാവിക്ക് ഇത് കേടാണ് എന്നങ്ങ് പറഞ്ഞല്ലോ. ഈ ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷിതാവും സംഹാരകർത്താവും അങ്ങാണോ? അങ്ങയുടെ പരിഷത്തിൻ്റെ പ്രീതിയില്ലെങ്കിൽ എനിക്ക് നാടകം എഴുതാനും അഭിനയിക്കാനും കഴിയുമെന്ന് കേരളം വകവച്ചു തരികയില്ലേ? ഇല്ലെങ്കിൽ വേണ്ട. അന്ന് എൻ്റെ ആ ചെറിയ നാടകവും സൗകര്യപ്രദമായി അഭിനയിക്കുവാൻ പരിഷത്തുകാർ സമ്മതിക്കുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ നടന്നില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ബുദ്ധിയുള്ള അങ്ങയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ സത്യം തുറന്നു പറയാം. ഞാനൊരു സവർണനല്ലായിരുന്നു. ആരൊക്കെ ഇതിനെ എതിർത്താലും ശരി, ഞാൻ വേദനാപൂർവം അനുഭവിച്ചു കഴിഞ്ഞ ആ പരമാർത്ഥം ഞാൻ മറച്ചു പിടിക്കുന്നില്ല. ഞാനൊരു സവർണ ഹിന്ദുവായി ജനിക്കാതിരുന്നത് ഒരു കുറ്റമാണോ? ആ കാരണത്താൽ ഈ വക കാര്യങ്ങൾക്ക് ഞാൻ അർഹനാണെന്നു വരുമോ? എന്തു ചെയ്യാം? എൻ്റെ ജീവിത ആയോധനത്തിന് എനിക്ക് കിട്ടിയ ആയുധം ഇതായിപ്പോയി. മഹാകവേ, എന്നെ പോലെയുള്ള പാവങ്ങളും ജീവിച്ചു കൊള്ളട്ടെ. അങ്ങ് അത്രമാത്രം ശോഭിച്ചു വശായതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം ഏതാനും സാഹിത്യപ്രേമികളുടെ ആരാധനയുടെ മുമ്പിൽ അങ്ങേക്ക് മത്തുപിടിച്ചിരിക്കുകയാണ്. ആരാധകന്മാരെ മാത്രമേ അങ്ങ് കണ്ടിട്ടുള്ളൂ.
അനീതികൾ കണ്ടാൽ തിരിഞ്ഞു നിന്ന് എതിർക്കുന്നവരുമായി അങ്ങ് അടുത്ത് പെരുമാറിയിട്ടില്ല. വലിയവരോട് എതിർത്താൽ ഉയരാൻ സാധ്യമല്ല എന്ന് ഭയപ്പെടുത്തുന്ന യുവ കലാകാരന്മാർ വളരെയേറെയുണ്ട്. ആ തരക്കാർ ഉയരണമെന്നുള്ള ഒരേ ഒരു ആഗ്രഹം മൂലം അത് അടിമത്തത്തെയും മഹാഭാഗ്യമായിട്ട് കരുതിക്കൊള്ളും. എന്നാൽ ഒരിക്കലും ഉയരാൻ കഴിഞ്ഞില്ലെങ്കിലും ശരി, എത്ര വലിയവരുടെയും പാവകളാകുകയില്ലെന്ന് ദൃഢമായി തീരുമാനമെടുത്തിട്ടുള്ള യുവ കലാകാരന്മാരും കേരളത്തിലുണ്ടെന്ന് മനസ്സിലാക്കുക. അവർ ചവിട്ടാൻ ഉയർത്തുന്ന കാലിലെ മണ്ണ് തുടയ്ക്കുകയില്ല. ഇതൊക്കെ വ്യക്തിത്വം പാലിക്കുന്ന അങ്ങയോട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പരിഷത്തിൻ്റെ കലാപരിപാടികൾക്ക് നേരിട്ട വിഘ്നം മൂലവും ഈ തുറന്ന കത്ത് എഴുതുന്നത് കൊണ്ടും ഞാൻ പലരുടെയും വെറുപ്പിന് പാത്രമായേക്കാം. ഒറ്റതിരിക്കപ്പെട്ടവനായേക്കാം. എനിക്ക് ഉയരാനുള്ള മാർഗം അടഞ്ഞു പോയേക്കാം. ഞാനതിൽ തെല്ലും വേദനിക്കുകയില്ല. എനിക്കൊരു ചാരിത്രമുണ്ട്. സ്ഥാനത്തും അസ്ഥാനത്തും കൈകടത്തി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് മൃഗങ്ങൾക്കുള്ള വില പോലും കൽപ്പിക്കാതെ വേദനിപ്പിക്കുന്ന, മനുഷ്യത്വത്തെ അണുവിടയെങ്കിലും മാനിക്കാത്ത സവർണ മേധാവിത്വത്തിൻ്റെ മുഖത്ത് അത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി കാർക്കിച്ചു തുപ്പാൻ കഴിഞ്ഞു. നിന്ദിക്കപ്പെടുകയെന്നുള്ളത് വേദനാജനകം തന്നെയാണ്. ഈ കാരണം കൊണ്ട് അങ്ങയുടെ ശാപഫലമായി നശിക്കുകയാണെങ്കിൽ നശിച്ച് കൊള്ളട്ടെ. 100 വർഷം കഴുതയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ഉത്തമം ഒരു ദിവസം സിംഹമായിട്ട് ജീവിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിഷത്തിൻ്റെ അവസാന ദിവസത്തിൽ കൃതജ്ഞതാ പ്രകടനം നടത്തിയ കൂട്ടത്തിൽ ഞങ്ങൾ പരിഷത്തിനെ വഞ്ചിച്ചു എന്നും മറ്റും പറഞ്ഞ് അങ്ങ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുവല്ലോ. അങ്ങ് മനസാക്ഷിയോടുകൂടിയല്ല അങ്ങനെ പറഞ്ഞതെന്നും അങ്ങേക്ക് സാധ്യമല്ലെന്നും എനിക്കറിയാം. പിന്നെ എന്താണ് സംഭവിച്ചത്? അങ്ങ് വെറും സ്ഥാപിത താല്പര്യക്കാരുടെയും വർഗീയവാദികളുടെയും ഉച്ചഭാഷിണിയായി അധപതിക്കുകയാണുണ്ടായത്. ഇന്ന് ഒരു ന്യൂനപക്ഷത്തിൻ്റെ ആയിരിക്കുന്ന ഈ സാഹിത്യ പരിഷത്ത് ഒരു കാലത്ത് സാധാരണക്കാരൻ്റെ കയ്യിൽ വന്നു ചേരാതിരിക്കുകയില്ലെന്ന് ജനകീയ ചൈനയെപ്പറ്റി പാടിയ അങ്ങയ്ക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അങ്ങയോട് സ്നേഹവും ബഹുമാനവുമുള്ള PJ ആൻ്റണി, എറണാകുളം 20/10/1951 എഴുതിയതാണ്. വളരെ ശക്തമായ നിലപാടാണ് അന്നും ഇന്നും. നമ്മൾ ഈ PJ ആൻ്റണീനെ വീണ്ടും 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 ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ പലർക്കും അത് തമസ്കരിക്കാനുള്ള താല്പര്യം വരുന്നത് PJ ആൻ്റണി റബലായിരുന്നു, ചൂണ്ടുവിരൽ ഉയർത്തി മുഖത്തടിക്കും വിധം ചോദിക്കുന്നൊരു കഥാപാത്രം. അതാണ് നാടകക്കാരൻ. നാടകക്കാരനാണെങ്കിൽ ചോദിക്കുന്നവനായിരിക്കണം. ചോദ്യം ചെയ്യാൻ പറ്റാത്ത എന്ത് നാടകക്കാരൻ, എന്ത് കവി എന്ന് ഈ കാലഘട്ടം വീണ്ടും വീണ്ടും ആവശ്യപ്പെടും. അതുകൊണ്ട് ഈ കത്ത് മുഴുവൻ വായിച്ചതിൻ്റെ പ്രസക്തി അവിടെയാണ്. സ്നാപ്പ് നമ്പർ 1056 ആയിരുന്നു അത്. ഇനി തുടർന്ന് 1057 സ്നാപ്പിലേക്ക് വരുമ്പോൾ രാജിവെച്ചുകൊണ്ട് കലാഭവൻ ഡയറക്ടർ ഫാദർ ആബേലിന് PJ ആൻ്റണി എഴുതിയ കത്ത്. PJ ആൻ്റണി, ഇടപ്പള്ളി PO, കൊച്ചിൻ 24. ബഹുമാനപ്പെട്ട ആബേലച്ഛന്, അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ കലാഭവൻ്റെ ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്തു. ഓക്കെ, അത് എനിക്കൊരു പദവി കിട്ടുവാൻ വേണ്ടിയല്ലായിരുന്നു. ഇത്രയും വലിയൊരു സ്ഥാപനം, ഒരു നല്ല കലാസൃഷ്ടി ഉണ്ടാക്കുവാൻ എന്നോടുകൂടി സഹകരിക്കും എന്ന വിശ്വാസം കൊണ്ടായിരുന്നു. ഞാൻ വന്നു, എൻ്റെ ശേഷിക്കൊത്ത രീതിയിൽ സഹകരിച്ചു. എങ്കിലും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം ചെയ്തു തരുവാൻ ഇതുവരെ കലാഭവന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ സ്ഥാപനത്തിന് ഭവൻ എന്ന് മാത്രം പേര് മതിയെന്നാണ്. കല ഞങ്ങളെപ്പോലുള്ളവരുടെ കയ്യിൽ ഇരിക്കും. ഞാൻ അച്ഛനെയും അച്ഛൻ്റെ മറ്റ് ആളുകളെയും ബോധ്യപ്പെടുത്തിയത് അതനുസരിച്ച് കലാഭവന് വേണ്ടി ഞാൻ ചെയ്യുന്ന അധ്വാനത്തോട് സഹകരിക്കുവാൻ ആളില്ലെന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. ഞാൻ
അച്ഛനെയും അച്ഛൻ്റെ മറ്റ് ആളുകളെയും ബോധ്യപ്പെടുത്തിയത് അനുസരിച്ച് കലാഭവന് വേണ്ടി ഞാൻ ചെയ്യുന്ന അധ്വാനത്തോട് സഹകരിക്കാൻ ആളില്ലെന്ന് എനിക്ക് ബോധ്യമായിരിക്കും. ഈ ചുറ്റുപാടിൽ കലാഭവനുമായുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ ഇന്ന് വേർപ്പെടുത്തുന്നു. എൻ്റെ ദൈവം എൻ്റെ തൊഴിലാണ്. എൻ്റെ ദൈവം ! എൻ്റെ തൊഴിലാണ്. അത് ചെയ്യുവാൻ സാധിക്കാത്തിടത്ത് എനിക്ക് ശ്വാസം മുട്ടും. ഇനി മേലിൽ നാടകരചന പീച്ചാനണി എന്ന് വയ്ക്കാം, സംവിധാനം പീച്ചാനണി എന്ന് വയ്ക്കരുത്. അങ്ങനെ ചെയ്താൽ ഞാൻ അതിന് എതിരു പ്രസ്താവന ഇറക്കും. അച്ഛൻ എന്നോട് പരിഭവിക്കരുത്. ഭക്തി ആദരങ്ങളോടുകൂടി ഞാൻ പിരിഞ്ഞു പോകട്ടെ. ദൈവം എനിക്ക് മാപ്പ് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അച്ഛനും എനിക്ക് മാപ്പ് തരണം. സ്വന്തം പീച്ചാനണി. സ്നാപ്പ് നമ്പർ 1058 വരികയാണ് നമ്മൾ. എന്നെപ്പറ്റി എന്നുള്ള പുസ്തകത്തിലെ ചില ചാപ്റ്ററുകളാണ്. കാട്ടിൽ നിന്നൊരു കത്ത്. 1977 സെപ്റ്റംബർ മാസത്തിൽ ജയഭാരത് നൃത്തകലാലയത്തിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് എഴുതിയ കത്താണിത്. പ്രിയപ്പെട്ട ആശാൻ, ജയഭാരത് നൃത്തകലാലയത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഞാൻ രോഗം പിടിപെട്ട് ആശുപത്രിയിലായിരുന്നു. വളരെ വർഷങ്ങളോളം കലാലയത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന എനിക്ക് ആ ആഘോഷങ്ങളിൽ പങ്കുകൊള്ളാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും നിരാശപ്പെടേണ്ടി വന്നു. എന്നാൽ നിശ്ചിത പരിപാടികളെല്ലാം പ്രതീക്ഷയിൽ കവിഞ്ഞ് വിജയിച്ചെന്നറിഞ്ഞപ്പോൾ അതിയായി സന്തോഷിക്കുകയും ചെയ്തു. സിൽവർ ജൂബിലിയുടെ സ്മാരകമായി ഒരു സൊവനീർ പ്രസിദ്ധീകരിക്കാൻ പോകുന്നുണ്ടെന്ന് ആശാൻ ആശുപത്രിയിൽ എന്നെ കാണാൻ വന്നപ്പോൾ പറയുകയുണ്ടായല്ലോ. ആ സൊവനീറിലേക്ക് ഒരു നല്ല ലേഖനം എഴുതണമെന്ന് അന്ന് ഞാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ അതിനും കഴിയാതെ വന്നു. ശരീരക്ഷീണം മാറാതെ നിലനിന്നിരുന്നു. എൻ്റെ അതിയായ ആഗ്രഹവും ഒരു പൂർണ്ണ വിശ്രമത്തിനു വേണ്ടി നാട്ടിൽ നിന്നും അകന്ന് നല്ല കാലാവസ്ഥയുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് ഏതാനും ആഴ്ചകൾ മാറി താമസിക്കുന്നത് നന്നായിരിക്കുമെന്ന ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ആശുപത്രിയിൽ നിന്നിറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ തമിഴ്നാട്ടിൽ വാൽപ്പാറയിലുള്ള നടുമലയിലേക്ക് പോന്നു. എനിക്ക് കാലാവസ്ഥയേക്കാൾ അത്യാവശ്യം സ്വസ്ഥതയായിരുന്നു. ഇവിടെ അതുണ്ട്. സ്വീകരണം തരാനും ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും മറ്റും വിളിക്കാൻ വരുന്നവരോട് വായിട്ടലക്കേണ്ട, പരാതികളും പരദൂഷണങ്ങളും കേൾക്കണ്ട. കാരണം ഇതൊരു എസ്റ്റേറ്റ് ആയതുകൊണ്ട് ഇവിടെ ജോലിയില്ലാത്തവരില്ല. ഈ നിശബ്ദതയിൽ പുസ്തകങ്ങളാകുന്ന സുഹൃത്തുക്കളോടുകൂടി അങ്ങനെ കഴിഞ്ഞുകൂടുന്നു. നമ്മുടെ കാർത്തികേയനാണ്. ഇദ്ദേഹത്തിൻ്റെ പീജാനിയുടെ വലിയ അരുമശിഷ്യനായിരുന്നു. കാർത്തികേയൻ്റെ മടിയിൽ തലചായ്ച്ച് ഒന്ന് വീണുകൊണ്ടാണ് ഈ പീജാനി പോലും മരിക്കുന്ന സമയത്ത് പീജാനി കാർത്തികേയൻ്റെ മടിയിലായിരുന്നു. നമ്മുടെ കേയൻ്റെ സഹോദരിയായ സേതുവും ഭർത്താവായ ജിയും ഇവിടെ താമസിക്കുന്നു. അവർക്ക് ഒരു ഓമന പുത്രിയായി സിജി എന്നൊരു കിലുക്കാമ്പെട്ടിയുമുണ്ട്. മൂടൽമഞ്ഞിൻ്റെ തിരശ്ശീല വീണ് പലപ്പോഴും മാഞ്ഞു പോകാറുള്ള ഈ കാടിൻ്റെ നടുവിൽ ആ കിലുക്കാമ്പെട്ടി സ്വപ്നങ്ങൾ വിരിയിക്കുന്നു. എൻ്റെ കൂടെ കേയനും പോന്നിട്ടുണ്ട്. ഏതാനും നാടക പരിപാടികൾ ഉപേക്ഷിച്ച് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു നല്ല നടനായ ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ എൻ്റെ ഒരു സേവകനായി അതവധിച്ചിരിക്കുന്നു. സ്നേഹത്തോടുകൂടി പറഞ്ഞാണത്. ഞാൻ ഇഷ്ടം പോലെ വിശ്രമിച്ചോട്ടെ എന്ന് കരുതി എന്നെ കണ്ടില്ലെന്ന മട്ടിൽ ഒരു പുസ്തകവുമായി എവിടെയെങ്കിലും മാറിയിരിക്കുകയാണ് എൻ്റെ പതിവ്. തൻ്റെ എസ്റ്റേറ്റ് ജോലികൾ ഒതുക്കി സന്ധ്യയോടുകൂടി ജി മടങ്ങിയെത്തിയ അതിന് ശേഷമാണ് എന്തെങ്കിലും സംഭാഷണങ്ങളും നേരം പോക്കുകളും ഉയരുക. ഇത്രയും ഇവിടുത്തെ കാര്യം. ഇനി അവിടുത്തെ കാര്യത്തെപ്പറ്റി അല്പം ചിലത് കുറിക്കാം. പ്രിയപ്പെട്ട ആശാൻ, ജയഭാരത് നൃത്തകലാലയത്തിൻ്റെ സിൽവർ ജൂബിലി സ്മാരക സുവനീറിലേക്ക് കഴിവുള്ള എന്തെങ്കിലും ലേഖനം എഴുതാൻ ഇപ്പോൾ വയ്യ. ഈ കത്തെഴുതാനേ സാധിക്കുകയുള്ളൂ. കലാലയത്തിൻ്റെ പ്രാരംഭഘട്ടം മുതലുള്ള പലതും ഇപ്പോൾ ഓർത്തുപോകും. ആശാനും ആ സ്ഥാപനവും വളരെയേറെ നിന്ദിക്കപ്പെടുകയും പുച്ഛിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ തങ്ങളെ ഇടപെടാതെ അലട്ടിയിട്ടുണ്ട്. അവയൊന്നും തന്നെ കേട്ടെന്നും കണ്ടെന്നും അറിഞ്ഞെന്നും ഭാവിക്കാതെ താങ്കൾ മുന്നോട്ട് പോയി.
താങ്ങാൻ വയ്യാത്ത അനുഭവങ്ങൾ മൂലം ഞാൻ പല പ്രാവശ്യം എൻ്റെ നാടകസംഘം വേണ്ടെന്ന് വെച്ചു. ഇപ്പോഴിതാ 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് എന്നേക്കുമായി പിരിച്ചുവിടുകയും ചെയ്തു. ആശാൻ പിടിച്ചു നിന്നു. ഇപ്പോഴിതാ താങ്കളുടെ വിയർപ്പും ചോരയും ആത്മാവ് മലിഞ്ഞു ചേർന്ന ആ സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുകയും ചെയ്തിരിക്കുന്നു. അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. AK ശിവറാം ഇന്ന് പെട്ടെന്ന് തള്ളിക്കളയാവുന്ന ഒരു വ്യക്തിയല്ല. ആശാൻ്റെ പേര് AK ശിവറാം എന്നാണ്. പക്ഷേ ഈ സിൽവർ ജൂബിലി ആഘോഷം കൊണ്ട് ഒന്നുമായെന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയുമേറെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. എന്തു വന്നാലും തളരുകയില്ലെന്ന് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞ ആശാന് ഇത് സാധ്യമാണെന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല. പരിഹസിക്കുന്നവരും നിന്ദിക്കുന്നവരും അവഗണിക്കുന്നവരും ഇപ്പോഴും ആശാനെതിരായി നിൽപ്പുണ്ടെന്നറിയാം. പക്ഷേ അത്തരക്കാർ നിന്നിടത്ത് നിൽക്കുകയേ ഉള്ളൂ. പ്രവർത്തിക്കുന്നവർ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അവർ അംഗീകാരത്തിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരെ ശ്രദ്ധിക്കാറില്ല. എൻ്റെ ഗുരുവും കൂടിയായ താങ്കളും താങ്കളുടെ സൃഷ്ടിയായ ജയഭാരത് നൃത്ത കലാലയവും കൂടുതൽ ഔന്നത്യത്തിലേക്ക് കുതിച്ചു കയറുന്നത് കാണാമെന്നുള്ളതാണ് എൻ്റെ വലിയ ആഗ്രഹങ്ങളിലൊന്ന്. സ്വന്തം പി ജാനണി ഒപ്പ്. സ്നാപ്പ് നമ്പർ 1059 വരുമ്പോൾ നമ്മുടെ നാടകവേദി, അതാണ് ആ ചാപ്റ്റർ. മലയാള നാടകങ്ങളുടെ കലാപരമായ അധപതനത്തിനുള്ള ചില പ്രധാന കാരണങ്ങൾ കഴിഞ്ഞ ലക്കത്തിൽ വിവരിച്ചിരുന്നു. ഇനി നാടകങ്ങളിൽ ഏതെല്ലാം പരിവർത്തനങ്ങൾ വരുത്താൻ കഴിയുമെന്നും അതെങ്ങനെ നിർവഹിക്കാനാകുമെന്നും നാടകത്തിൻ്റെ വിജയത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അല്പമൊന്ന് പ്രതിപാദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കഥയുടെ സ്വരൂപം. ഇന്ന് വരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള നാടകങ്ങളെപ്പറ്റി ചിന്തിച്ചു നോക്കിയാൽ അവയിൽ 95% കഥാവസ്തു ഒന്നു തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. സദാചാരനിരതനും സുന്ദരനും നായകനുമായ നായകൻ, അതേ ഗുണങ്ങളോ എല്ലാം തന്നെയുള്ള നായിക. അവൾ മിക്കവാറും ദരിദ്രയായിരിക്കും. ഭിക്ഷക്കാരിയായാൽ ഏറ്റവും നന്നായി. ഒരു ദിവസം അവർ തമ്മിൽ യാദൃച്ഛികമായി കണ്ടുമുട്ടുകയും പ്രഥമ വീക്ഷണത്തിൽ തന്നെ അനുരാഗബദ്ധരായിത്തീരുകയും ചെയ്യുന്നു. അത് കണ്ടാൽ തോന്നും ആ യുവാവ് ഒരു യുവതിയെയും അവർ ഒരു യുവാവിനെയും കണ്ടുമുട്ടുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന്. അതങ്ങനെയുമാകട്ടെ. പ്രേമബന്ധത്തിൽ പെട്ടതിനു ശേഷം അവർക്ക് മുൻപൊരിക്കലും ഉണ്ടാകാത്ത തട്ടിലുള്ള യാതനകൾ അനുഭവപ്പെടുകയായി. അവരുടെ ജീവിതാനന്ദങ്ങളെ തല്ലിത്തകർക്കുവാൻ വില്ലൻ എന്ന ഒരു ഭയങ്കരൻ പ്രത്യക്ഷപ്പെടുന്നു. അയാൾ കള്ളുകുടിയനും ഹൃദയശൂന്യനും ആഭാസനും വ്യഭിചാരിയുമായിരിക്കും. ഏതാനും രംഗങ്ങളിൽ നായകന്മാരുടെ അലോകസാധാരണമായ പ്രണയവും അവർക്ക് നേരിടുന്ന കഷ്ടതകളും വില്ലൻ്റെ ദുഷ്ടതകളും പ്രത്യക്ഷപ്പെടുന്നു. കഥ തീരാറാകുമ്പോഴേക്കും കാമുകന്മാരുടെ ക്ലേശങ്ങൾ അവസാനിച്ചു തുടങ്ങുകയും വില്ലൻ്റെ പൊള്ളത്തരങ്ങൾ പുറത്താക്കുകയും ചെയ്യുന്നു. ഒടുവിൽ നായകന്മാർ വിവാഹത്തിൽ എത്തിച്ചേരുകയും അതോടൊപ്പം സകല സുഖാനുഭൂതികളുടെയും മുകൾ പരപ്പിലേക്ക് ഉയരുകയും ചെയ്യുന്നു. വില്ലനെ അയാളുടെ ആത്മമിത്രങ്ങൾ പോലും വെറുക്കുന്നു. ലോകത്തിലുള്ള സകല ദുരിതങ്ങളും വായും പിളർന്നുകൊണ്ട് അയാളുടെ നേരെ ചെല്ലുന്നു. അയാളെ സംബന്ധിക്കുന്ന ചില ഭീകര രഹസ്യങ്ങളുടെ കെട്ടഴിയുന്നു. അയാളുടെ വേലക്കാരൻ തൻ്റെ കുൽസിത പ്രവൃത്തികൾ കണ്ടുപിടിക്കാൻ വേണ്ടി വേഷം മാറി താമസിച്ചിരുന്നൊരു ചാരനാണെന്ന വസ്തുത മനസ്സിലാക്കുന്നു. അയാളുടെ കാമചാബല്യങ്ങൾക്ക് വിധേയകളായി കഴിഞ്ഞുകൂടിയിരുന്ന സ്ത്രീകളിൽ ഒരുത്തി അയാളുടെ മകളും മറ്റൊരുത്തി സഹോദരിയുമാണെന്ന് ഞെട്ടി വിറപ്പിക്കുന്ന പരമാർത്ഥം വെളിപ്പെടുന്നു. ഇതാണ് പൊതുവിൽ സംഗീത നാടകങ്ങളുടെ കഥാവസ്തു. ചുരുക്കി പറഞ്ഞാൽ അനുദിനമെന്നോണം നമ്മുടെ ശ്രദ്ധയെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ വ്യാപാര നാടകങ്ങൾ, ബ്രാക്കറ്റിലാണ് കേട്ടോ, വ്യാപാര നാടകങ്ങൾ ഒരേ കഥ തന്നെയാണ്. ഓരോന്നിലും കഥാപാത്രങ്ങളുടെ പേരുകളും അവർ സംഭാഷണത്തിന് ഉപയോഗിക്കുന്ന വാചകങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കുന്നുവെന്ന് മാത്രം. പ്രേമബന്ധത്തിനു പുറമെ മറ്റൊന്ന് തന്നെ നിത്യജീവിതത്തിൽ ഇല്ലെന്ന് തോന്നും ഇത്തരം നാടകങ്ങൾ കണ്ടാൽ. വിവാഹത്തിന് ശേഷമുള്ള കാര്യങ്ങളെയോ അഥവാ മറ്റു പല സംഭവങ്ങളുമായോ ചിത്രീകരിക്കുന്ന നാടകങ്ങൾ വളരെ ചുരുക്കം. നാടകങ്ങളുടെ ഈ നിലപാടിന് പറയത്തക്കൊരു മാറ്റം വരുത്തിയത് ശ്രീ തിക്കുറിശ്ശി സുകുമാരൻ നായരാണ്. സ്ത്രീ എന്ന നാടകം നമ്മുടെ നാടകവേദിയിൽ വലിയൊരു പുതുമ തന്നെയായിരുന്നു.
അദ്ദേഹത്തിൻ്റെ മറ്റു നാടകങ്ങൾ അത്രത്തോളം വിജയിച്ചിട്ടില്ലെന്ന് പറയാതെ നിവൃത്തിയില്ല. അതിനു തക്കതായ കാരണങ്ങളുമുണ്ട്. കലാമേന്മ വഹിക്കുന്ന ഗദ്യനാടകങ്ങളെ വിട്ട് അവയോടൊപ്പം തന്നെ പുതുമയും ആശയ പൗഷ്കല്യവും നിറഞ്ഞ സംഗീത നാടകങ്ങളുമായി ശ്രീ തിക്കുറിശ്ശി അരങ്ങത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെ വ്യവസായ വശം സൂക്ഷിക്കാൻ അദ്ദേഹവും നിർബന്ധിതനായി തീർന്നു. അങ്ങനെ സ്വയം അറിയാതെ അദ്ദേഹം ഒരു കച്ചവട നീർച്ചുഴിയിൽ വീണു. നാഗസ്വര വിദ്വാൻ്റെയും സംഗീത വിദൂഷിയുടെയും സഹായം കൂടാതെ നാടക കമ്പനി മുന്നോട്ട് നീങ്ങുകയില്ലെന്ന് അദ്ദേഹവും വിശ്വസിച്ചു. ശ്രീ തിക്കുറിശ്ശിയുടെ സംഗീത നാടകവേദിയിലേക്കുള്ള പ്രവേശനം കേരളത്തിലെ കലാപ്രേമികൾക്ക് മഹത്തായ പല പ്രതീക്ഷകളും ഉളവാക്കി. അദ്ദേഹം ആവിഷ്കരിച്ച പുതിയ രീതി പഴയ കലാഭാസങ്ങളുടെ കോങ്ങിയ ഒരു ചക്രായുധമായിട്ട് പലരും കണക്കാക്കി. 2-3 കൊല്ലങ്ങൾക്കുള്ളിൽ നിലവിലിരിക്കുന്ന ഈ ചീഞ്ഞുനാറിയ നാടക രീതി തകർന്ന് തരിപ്പണമാകുകയും പകരം ഏറ്റവും ഉത്കൃഷ്ടങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളെ സജീവമായി ചിത്രീകരിക്കുന്നവയുമായ നാടകങ്ങൾ ഉദയം ചെയ്യുമെന്ന് കലാപ്രേമികൾ ആശിച്ചു. പക്ഷേ ആ ആശ ഫലവത്താകുമെന്ന മട്ടല്ല കാണുന്നത്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളും വെറും കച്ചവട നാടകങ്ങളുടെ നിലയിലേക്ക് താണുപോകുന്നത് നിരാശാജനകം തന്നെയാണ്. കേരളത്തിലെ ഉത്തമ കുതുകികളുടെ ശ്രദ്ധ അദ്ദേഹത്തിൽ നിന്നും വേർപെട്ട് തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ശ്രീ തിക്കുറിശ്ശിയെ പോലെയുള്ള ഒരു ഉത്തമ കലാകാരൻ ആ നിലയിലേക്ക് പോകരുതെന്ന് നിർബന്ധിക്കാൻ കേരളത്തിലെ കലാബോധമുള്ള ഓരോരുത്തർക്കും അവകാശമുണ്ട്. അദ്ദേഹം തൻ്റെ കഴിവുകളെ അതിനനുസരിച്ച് വിധത്തിൽ വിനിയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമുണ്ടായേക്കാവുന്ന നിസാരങ്ങളായ പ്രതിബന്ധങ്ങളെയും പരാജയങ്ങളെയും കളിച്ചുകൊണ്ട് വളർച്ചയെത്തി മുരടിച്ച പഴയ പാരമ്പര്യത്തെ പാടെ ഉപേക്ഷിച്ച് വളർന്നു വരുന്ന തലമുറ സ്വാഗതം ചെയ്യത്തക്ക രീതിയിൽ തൻ്റെ വിലയേറിയ കഴിവുകൾ നാടകവേദിയിൽ അവതരിപ്പിക്കുവാൻ അദ്ദേഹം അമാന്തിക്കുകയില്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം. സംഗീതത്തെക്കുറിച്ച് സുകുമാരകലകളിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് സംഗീതം. ജീവിതക്ലേശങ്ങളെ പാടെ വിസ്മരിച്ച് മനുഷ്യനെ സ്വർഗീയാനന്ദത്തിലേക്ക് ഉയർത്തുവാൻ അതിനെപ്പോലെ ശക്തിയുള്ള മറ്റൊന്നും ലോകത്തിലില്ല. എന്നാൽ സംഗീതത്തിന് നാടകത്തിലുള്ള സ്ഥാനം എത്രമാത്രമാണെന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതാണ്. നാടകം എന്ന പദം കൊണ്ട് തന്നെ അതിൽ നടനത്തിനാണ് കൂടുതൽ പ്രാധാന്യമെന്ന് വ്യക്തമാകുന്നുണ്ട്. ഇന്നത്തെ നാടകങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഗീതത്തിനാണ് സർവ്വപ്രാധാന്യം കൽപ്പിച്ച് കാണുന്നത്. അടിയുറച്ച പ്രണയവും അപ്രതീക്ഷിത സംഭവങ്ങൾ കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതയും ഉത്കടമായ ശോകവും പ്രകടമാകുന്നത് സംഗീത രൂപേണയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സംഭാഷണങ്ങളുള്ള ഒരു പാട്ട് കച്ചേരിയാണ് സംഗീത നാടകം. ഇടയ്ക്കിടയ്ക്ക് സംഭാഷണങ്ങളുള്ള ഒരു പാട്ട് കച്ചേരിയാണ് സംഗീത നാടകം. സംഗീതത്തിന് വേണ്ടി നാടകത്തെ ഉപയോഗിക്കുന്ന രീതി വിട്ട് നാടകത്തിന് വേണ്ടി സംഗീതം ഉപയോഗിക്കുക എന്ന നില വരണം. വളരെ പ്രസക്തമാണ്, ഇന്നും പ്രസക്തമാണത്. തീരെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തടത്ത് മാത്രമേ ഗാനങ്ങൾ ചേർക്കാവൂ. അങ്ങനെ നോക്കുമ്പോൾ ചില നാടകങ്ങളിൽ 1-2 പാട്ടുകൾ മാത്രമേ വേണ്ടി വരികയുള്ളൂ. മിക്ക നാടകങ്ങളിലും സംഗീതത്തിൻ്റെ ആവശ്യം തന്നെ നേരിടുകയില്ല. 1-2 ചെറിയ പാട്ടുകൾ പാടാൻ അണ്ണാമലയിൽ നിന്ന് മടങ്ങി വന്നവനും നാഗസ്വരം, തകിൽ മുതലായവ വായിക്കാൻ അറിവുള്ളവരും തന്നെ ആയിരിക്കണമെന്നില്ല. സംഗീതശാസ്ത്രത്തിലുള്ള വൈദഗ്ധ്യം കുറവാണെങ്കിലും അഭിനയകലയിലുള്ള സാമർഥ്യം നോക്കിയാൽ മതി. സംഗീത വിദ്വാനും വിദൂഷിയും തമ്മിൽ മാത്രമേ അനുരാഗം ഉണ്ടാകാൻ പാടുള്ളൂ എന്നോ നിയമമൊന്നുമില്ലല്ലോ. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ലെന്നും തന്മൂലം നാടക കമ്പനികൾ നടത്താൻ ഒക്കുകയില്ലെന്നും പറയുന്നത് വിഡ്ഢിത്തമാണ്. ജനങ്ങൾ കൊട്ടുന്ന താളത്തിനൊപ്പിച്ച് തുള്ളുന്നവൻ ഉത്തമ കലാകാരനല്ല. ജനങ്ങൾ കൊട്ടുന്ന താളത്തിനൊപ്പിച്ച് തുള്ളുന്നവൻ ഉത്തമ കലാകാരനല്ല. ഉത്തമ മാർഗം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാനും അതിലെ അവരെ നയിക്കാനും കടപ്പെട്ടവരാണ് കലാകാരൻ. അവൻ ആരുടെയും അടിമയല്ല. സ്നപ്പ് നമ്പർ 1060 കിടക്കാം. എന്നെപ്പറ്റി എന്നുള്ള പുസ്തകത്തിലെ മറ്റൊരു ചാപ്റ്ററാണ് സംഗീത നാടകം. ആ വാക്കിൻ്റെ മുമ്പിൽ ഇന്ന് കലാവേദിക്ക് ശ്വാസം മുട്ടും.
ജീവിത യാഥാർത്ഥ്യങ്ങളെ പാടവഗണിച്ച് പണത്തിനു വേണ്ടി മാത്രം കലയെ കശാപ്പ് ചെയ്യുന്ന ഒരു കൊലക്കളമാണ് നമ്മുടെ ഇന്നത്തെ നാടകവേദി. പേക്കോലം തുള്ളി സാമാന്യ ജനങ്ങളെ കബളിപ്പിച്ച് പണം പിടുങ്ങാനുള്ള കലാഭാസങ്ങളല്ലാതെ സാധാരണക്കാരെ കൂടുതൽ യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിപ്പിച്ച് അവരെ കർമ്മോന്മുഖമാക്കാനുള്ള ഒരു കലാസൃഷ്ടിയും നാടകലോകത്തിൽ കാണാൻ കഴിയുന്നില്ല. ഇതിൻ്റെ പ്രധാന കാരണം നാടക കമ്പനികൾ നടത്തുന്നവരുടെയും ആ കലയെ കൈകാര്യം ചെയ്യുന്നവരുടെയും വ്യവസായ ബുദ്ധിയും അജ്ഞതയും മാത്രമാണ്. നല്ല നാടകങ്ങൾ ഏതു വിധത്തിലായിരിക്കുമെന്ന് കാട്ടിക്കൊടുക്കുവാൻ ആരും ഉറ്റു ശ്രമിക്കാത്തത് കൊണ്ടാണ് സാധാരണ ജനങ്ങൾ ഈ പേക്കൂത്തുകൾ കൊണ്ട് തൃപ്തിയടയുന്നത്. നല്ല ഭക്ഷണം കിട്ടാൻ യാതൊരു വഴിയുമെങ്കിൽ കിട്ടുന്നത് തിന്നുക. എത്ര മോശമാണെങ്കിലും ചിരകാല പരിചയം കൊണ്ട് അതിന് നല്ല രുചി തോന്നുകയും ചെയ്യും. നമ്മുടെ നാടകങ്ങൾ ഏതെല്ലാം വിധത്തിലാണ് പരാജയമടയുന്നതെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നാടകത്തിന് എടുക്കുന്ന വിഷയവും തിരഞ്ഞെടുക്കപ്പെടുന്ന നടീനടന്മാരുമാണ്. ആരൊക്കെയാണ് അഭിനയിക്കാൻ പോകുന്നതെന്ന് കാലേ കൂട്ടിയ അറിഞ്ഞ് അവരെയൊക്കെ നിരത്തി നിർത്തി നന്നായിട്ട് കണ്ടതിന് ശേഷം അവർക്ക് വേണ്ടി മാത്രം കഥ എഴുതുന്നൊരു സമ്പ്രദായമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടപ്പിലുള്ളത്. നാടക കമ്പനി ഉദ്യോഗസ്ഥന്മാരും ഉടമസ്ഥന്മാരും നടീനടന്മാരും പറയുന്ന വിധത്തിൽ തന്നെ എഴുതി കൊടുത്തെങ്കിൽ മാത്രമേ വല്ലതും കിട്ടുകയുള്ളൂ എന്ന കരുതൽ കൊണ്ടാണ് എഴുത്തുകാർ ഈ ലജ്ജാവഹമായ പ്രവർത്തികൾ ചെയ്യാൻ മടിക്കാത്തത്. വേണമെങ്കിൽ തങ്ങൾ എഴുതുന്ന നാടകങ്ങൾക്ക് അനുയോജ്യരായ നടീനടന്മാരെ തിരഞ്ഞെടുത്ത് അഭിനയിക്കണമെന്നോ തീർത്തു പറഞ്ഞ് ഉത്തമ നാടകങ്ങൾ രചിക്കുവാൻ ഇക്കൂട്ടർ ഒരുങ്ങിയിരുന്നുവെങ്കിൽ നമ്മുടെ നാടകവേദി ഇത്രയ്ക്ക് അധപതിച്ചു പോകുമായിരുന്നോ ചോദ്യമാണ്. അപ്പോൾ നാടകലോകം ഇത്രയ്ക്ക് വഷളായി തീർന്നതിൽ കൂടുതൽ ഉത്തരവാദിത്വം നാടകമെഴുത്തുകാർക്കാണ്. അവരാണ് കലയുടെ കഴുത്തിൽ കത്തിവെക്കുന്നത്. മറ്റുള്ളവർ ആ മൃതശരീരത്തെ പിച്ച് കീറുന്നു മാത്രം. ഇങ്ങനെ നാടകക്കാർക്ക് വേണ്ടി നാടകമെഴുതുന്ന നാടകകൃത്തുക്കളുടെ നില അപലപനീയം തന്നെയാണ്. നടീനടന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യമാണ് ഇതിലും രസാവഹമായിട്ടുള്ളത്. കഥാനായകൻ ഒരു സംഗീത വിദ്വാനായിരിക്കണം. നാഗസ്വര വിദ്വാനായാൽ ബേഷായി. ഒരിക്കൽ എന്നോടൊരാൾ പറയുകയുണ്ടായി, ഞങ്ങൾ അടുത്ത് തന്നെ ഒരു നാടക കമ്പനി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കുറച്ച് നല്ല ആക്ടേഴ്സിനെ കിട്ടണം. നന്നായിട്ട് പാടാൻ കഴിവുള്ള ഒരാളായിരിക്കണം മെയിൻ പാർട്ട്. വില്ലൻ പാർട്ടിന് നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളെയും കിട്ടണം. അപ്പോൾ കഥാനായകൻ പാടണം, വില്ലൻ അഭിനയിക്കണം. കലാബോധം നോക്കണേ. നാടകാഭിനയം എന്നൊക്കെ പറയുന്നതിന് എന്തർത്ഥമാണാവോ ഇക്കൂട്ടർ കൊടുക്കുന്നത്? കഥാപാത്രങ്ങളുടെ സ്വഭാവഗതികളെ ചിന്തിച്ചറിഞ്ഞ് തദ്രൂപമായി അഭിനയിക്കണമെങ്കിൽ നടീനടന്മാർ അഭ്യസ്തവിദ്യരായിരിക്കണം. സംഗീത ഗുസ്തിക്കാർക്കു വേണ്ടി മാത്രമുള്ളതാണ് നാടകവേദി എന്ന് പൊതുവെയുള്ള ധാരണ നീക്കം ചെയ്യണം. അഭിനയത്തിന് സ്ഥാനമുള്ള നല്ല നാടകങ്ങൾ തിരഞ്ഞെടുത്ത് രംഗത്ത് കൊണ്ടുവരണം. ഇന്ന് നാടകങ്ങളിൽ അഭിനയത്തിന് യാതൊരു സ്ഥാനവുമില്ലെന്നുള്ളത് കഥാനായകന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാം. സ്റ്റേജിൽ കയറി മുനിസിപ്പാലിറ്റി വിളക്ക് കുറ്റി പോലെ നിന്നുകൊണ്ട് കൊട്ടകയുടെ മേൽക്കൂര പൊളിഞ്ഞു പോകത്തക്ക രീതിയിൽ കീർത്തനം പാടാനുള്ള കഴിവാണ് കഥാനായകനുള്ള യോഗ്യത പോലും. സംഗീത നാടകത്തിലെ മറ്റൊരു മഹാവ്യാധിയാണ് ഹാർമോണിസ്റ്റ്. കാമുകന്മാർ തമ്മിൽ നർമ്മം സല്ലാപം ചെയ്യുന്നതും ചിലർ വിഷം കുടിച്ച് മരിക്കുന്നതും തൂങ്ങി മരിക്കാൻ പോകുന്നതും കുത്തിക്കൊല്ലുന്നതും ഒക്കെ നോക്കിക്കൊണ്ട് കല്യാണപ്പന്തലിൻ്റെ വാതുക്കൽ പട്ടിയിരിക്കുന്നത് പോലെ അയാൾ അങ്ങനെ ഇരിക്കുന്നത് എന്താവശ്യമാണ്? നാടകവേദിയുടെ ഈ ശോചനീയമായ നിലമാറണമെങ്കിൽ കലാബോധവും സംസ്കാരവും വിദ്യാഭ്യാസവുമുള്ള യുവതീ-യുവാക്കൾ ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങണം. അഭിനയ യോഗ്യങ്ങളായ നാടകങ്ങൾ തിരഞ്ഞെടുത്ത് അതിലെ കഥാപാത്രങ്ങളുടെ സ്വഭാവഗതികൾ സൂക്ഷ്മാവലോകനം ചെയ്ത് പഠിച്ച് അതിന് അനുയോജ്യമായ നടീനടന്മാർ ചേർന്ന് അഭ്യസിച്ച് രംഗത്ത് കൊണ്ടുവരണം. ഉത്തമങ്ങളായ നാടകങ്ങളുടെ കാര്യത്തിൽ കൈരളി ഭാഗ്യഹീന തന്നെയാണ്.
ഭഗ്നഭവനം, പ്രതിധ്വനി, നിഴലുകൾ, അകവും പുറവും എന്നിങ്ങനെ കൈവിരലുകളിൽ എണ്ണാൻ മാത്രം നല്ല നാടകങ്ങളെ നമുക്കുള്ളൂ. ഉള്ളവ തന്നെ പറയത്തക്ക രീതിയിൽ ആരും എടുത്ത് കൈകാര്യം ചെയ്യുന്നില്ല. അതിനുള്ള ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അങ്ങനെയുള്ള നാടകങ്ങളുടെ സംഖ്യയും വർദ്ധിച്ചുകൊള്ളും. സ്നാപ്പ് നമ്പർ 1061 വരുമ്പോൾ സംഘട്ടനം എന്നുള്ളൊരു ചാപ്റ്ററാണ്. നോക്കാം. ഉച്ചിറ പരബ്രഹ്മോദയ സംഗീത നടനസഭയുടെ സംഭ്രമജനകമായ സാഹസിക സ്റ്റണ്ട് സംഗീത നാടകത്തെക്കുറിച്ച് നാഡിയ, ജോൺ കവാസ് മുതലായവരുടെ സ്റ്റണ്ട് ചിത്രങ്ങളെപ്പറ്റി നമുക്കറിവുണ്ട്. എന്നാൽ സ്റ്റണ്ട് സംഗീത നാടകം എന്ന് കേൾക്കുമ്പോൾ കേരളത്തിലെ കലാനിരൂപകന്മാരാരും കലാബോധമുള്ള മറ്റ് ജനങ്ങളും അത്ഭുതപ്പെട്ടേക്കാം. പക്ഷെ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. സ്റ്റണ്ട് സംഗീത നാടകമുണ്ട്. സ്റ്റണ്ട് സംഗീത നാടകം സത്യമായിട്ടുമുണ്ട്. പക്ഷെ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല, സത്യമായിട്ടുമുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച അത് കൊച്ചിയിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ഇതിലെ നാടകകൃത്ത് ശ്രീ മുൻഷി പരമപിള്ളയും പ്രധാന നടന്മാർ ശ്രീ അഗസ്റ്റിൻ ജോസഫ്, ശ്രീമതി മാവേലിക്കര എൻ പൊന്നമ്മ എന്നിവരുമാണ്. വെടി. അതിനെ തുടർന്ന് ഭയപ്പെടേണ്ട, ഞാൻ തന്നെ ജയറാം മല്ലക് എന്നൊരു വാചകവും സ്റ്റണ്ടിൻ്റെ ലക്ഷണങ്ങളിലൊന്നാണ്. കൂടാതെ നിന്നെ ഞാൻ കൊല്ലും, നീ എന്നെ കൊല്ലണം, ഞാൻ ഇനി 2 പേരെയും കൂടി കൊല്ലും, നിന്നെ കൊല്ലാതിരിക്കുവാൻ ഒരു കാരണവും കാണുന്നില്ല, ഞാൻ 2 പേരെ കൊന്നവനാണ്, ഞാൻ മരിക്കാതിരിക്കുവാൻ ഒരു കാരണവും കാണുന്നില്ല, നീ എന്നെ ഇപ്പോൾ തന്നെ കൊല്ലണം, ഞാൻ നിന്നെ പിന്നീട് കൊന്നുകൊള്ളാം, നമ്മൾ തമ്മിൽ കൊല്ലണം എന്നിങ്ങനെയുള്ള സ്റ്റണ്ട് വാചകങ്ങൾ നാടകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഇടവിടാതെ മുഴങ്ങുന്നുണ്ട്. എല്ലാ രംഗത്തിൻ്റെയും അവസാനം കടാരികളും മുഖംമൂടികളും റിവോൾവറും തമ്മിലുള്ള സംഘട്ടനത്തോടു കൂടിയാണ്. ബാഷ് ബാഷ്. തമിഴ് സംഗീത നാടകത്തിൻ്റെ പിടിയിൽ നിന്ന് മലയാള നാടകങ്ങളെ വേർപെടുത്തുവാൻ നമ്മുടെ നിരൂപകന്മാർ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഒടുവിൽ എന്ത് സംഭവിച്ചു? സംഗീതം കുറയുന്നതിന് പകരം മുഖംമൂടി എന്നൊരു പുതിയ സമ്പ്രദായം കൂടി നാടകത്തിൽ വന്നു. ഈ നിരൂപകന്മാരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അവരും തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരു നിരൂപകൻ പോലും നാടകങ്ങൾ പരിഷ്കരിക്കണം എന്ന് പറഞ്ഞു പോകല്ലേ. അവർ മറ്റു വല്ലതും കൂടി ആവിഷ്കരിക്കും. ഒരു പക്ഷേ ഇനി വരാൻ പോകുന്നത് ഹിംസ്ര ജന്തുക്കളെ ഉൾക്കൊള്ളുന്ന സർക്കസ് നാടകങ്ങളായിരിക്കും. ഭയങ്കര സറ്ററിക്കലാട്ടാ. ഈ നാടകത്തിൽ 5 പുരുഷന്മാരും 3 സ്ത്രീകളുമാണ് അഭിനയിക്കുന്നത്. പുരുഷന്മാരിൽ 3 പേരും പലപ്പോഴായി മുഖം മൂടി ധരിക്കുന്നുണ്ട്. അല്ലയോ മനുഷ്യ സാറേ, ഓരോ സ്ത്രീക്ക് കൂടി മുഖം മൂടി ധരിക്കാമായിരുന്നില്ലേ? അടുത്ത കൊല്ലമെങ്കിലും താങ്കൾ അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെയോ? കൊല്ലം തോറും പുരോഗമിച്ചു കൊണ്ടിരിക്കണം. വരുന്നതിൻ്റെ പിന്നത്തെ കൊല്ലം എല്ലാ കഥാപാത്രങ്ങളും മുഖം മൂടി വെച്ച് വരണം. അതിൻ്റെ പിന്നത്തെ കൊല്ലം ഹാർമോണിസ്റ്റും മൃദംഗസ്റ്റും മുഖം മൂടി വെക്കണം. അത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ താങ്കൾക്കും അത് ധരിച്ചുകൊണ്ട് നടക്കാം. ജയറാം മല്ലിക് എന്ന അജ്ഞാതനും പിന്നെ രാജനും ഒരാൾ തന്നെയാണ്. ആ ഭാഗം അഭിനയിക്കുന്നത് മിസ്റ്റർ അഗസ്റ്റിൻ ജോസഫാണ്. എത്ര പരിചയമുള്ളവരുടെ മുൻപിലും രാജൻ ഒരു മുഖം മൂടിയും വെച്ച്, അതുകൊണ്ട് കണ്ണുകളും തടിയും മാത്രമേ മറയുന്നുള്ളൂ. ജയറാം മല്ലിക്കായി പ്രത്യക്ഷപ്പെടുമ്പോൾ ആരും അയാളെ തിരിച്ചറിയുന്നില്ല. ശബ്ദം കേട്ടാലും മനസ്സിലാക്കുകയില്ലേ? ഇത് വലിയ അത്ഭുതം തന്നെ. അച്ഛൻ, ഭാര്യ എന്നിവർക്ക് പോലും അയാളെ മനസ്സിലാകുന്നില്ല. രാജന് വല്ല കൺകെട്ടുവിദ്യയും അറിയാമായിരിക്കാം, പക്ഷേ അത് കാണികൾ എങ്ങനെ അറിയും? മിസ്റ്റർ അഗസ്റ്റിൻ ജോസഫ് ശബ്ദഭേദം വരുത്തി സംസാരിക്കാൻ കഴിവുള്ളൊരു നടനായിരുന്നെങ്കിൽ അത് ഇത്ര വലിയ പരാജയമാകുമായിരുന്നില്ല. ഈ നാടകത്തിൽ ഹാസ്യത്തിനാണ് പ്രാധാന്യം കാണുന്നത്. കാണികളെ വികാരഭരിതരാക്കി തീർക്കേണ്ട സന്ദർഭങ്ങളിൽ പോലും അവയെ പൊട്ടിച്ചിരിപ്പിക്കാനാണ് നാടകത്ത് ശ്രമിച്ചിരിക്കുന്നത്. കാശ്മീരിൽ നിന്ന് മടങ്ങിയെത്തുന്ന ഒരാളാണ് രാജൻ. അയാൾ കാശ്മീർ സമരത്തിൽ മരിച്ചുപോയെന്ന് പോലും പത്രപ്രസ്താവനകൾ ഉണ്ടായതാണ്. അതിനുശേഷം നാട്ടിലെത്തിയ രാജനെ അയാളുടെ പിതാവ് കണ്ടുമുട്ടുന്ന രംഗം ഏറ്റവും വികാരനിർഭരമായിരിക്കേണ്ടതാണ്. എന്നാൽ ആ രംഗത്തിൽ മിസ്റ്റർ എസ് പിള്ളയെ കൊണ്ട് കുറേ ഹാസ്യ പ്രകടനങ്ങൾ നടത്തുകയാണ് ശ്രീ മുൻഷി ചെയ്തത്.
കൊമേഡിയൻ്റെ മുൻപിൽ ആ അച്ഛനും മകനും നിർവികാരരായി നിൽക്കേണ്ടി വരും. ആ പിതാവിൻ്റെയും മകൻ്റെയും തുടിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ചുഴിഞ്ഞിറങ്ങാതെ കേവലം ഒരു ഹാസ്യ നടൻ്റെ ബാക്യപ്രകടനങ്ങളിലേക്ക് ശ്രീ മുൻഷി ശ്രദ്ധ തിരിച്ചതൊരു വലിയ ന്യൂനതയായിപ്പോയി. ഇതുപോലെ ഗുരുതരങ്ങളായിരിക്കേണ്ട പല രംഗങ്ങളും ഹാസ്യം കൊണ്ട് വികൃതങ്ങളായിരിക്കും. സംഘടനകളുടെ ദ്രുതഗതി മൂലം കഥാപാത്രങ്ങളിൽ ഒരാളിലെങ്കിലും ഒന്നിരിക്കുക പോലും ചെയ്തിട്ടില്ല. അതിന് വേറെയും കാരണങ്ങളും ഉണ്ടായിരുന്നു. ഒരേ ഒരു 3-ാം ക്ലാസ് കസേര കൊണ്ടാണ് നാടകം മുഴുവനും കഴിച്ചു കൂട്ടിയത്. സഖിയെ കൊണ്ട് പാടിച്ച് രസിക്കുന്നതിനിടയിൽ ശ്രീമതി പൊന്നമ്മയ്ക്കെങ്കിലും ഒന്നിരിക്കാമായിരുന്നു. ജീവിതകാലം മുഴുവൻ നിന്ന് കഴിച്ചു കൂട്ടുന്ന മനുഷ്യരുണ്ടോ? പ്രോപ്പർട്ടി ഉപയോഗിക്കാത്തതിനെ കുറിച്ചാണ്. ആവശ്യമില്ലെന്ന് തോന്നുകയാൽ കഥാസാരം എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ തീരെ അസംഭവ്യങ്ങളും അബദ്ധജഡിലങ്ങളുമായ ഏതാനും സംഭവങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു പുതിയ തരം പുലിക്കളിയാണിത്. പത്മയുടെ ഭാഗം അഭിനയിക്കുന്ന ശ്രീമതി PS കമലം നല്ല കഴിവുള്ളൊരു നടിയാണ്. പക്ഷേ സംഭാഷണം പ്രസംഗ രീതിയിലാണെന്ന് മാത്രം. ആ കുറവ് തീർക്കുകയാണെങ്കിൽ അവർ ഒരു തികഞ്ഞ നടിയായി ഇരിക്കും. രംഗത്തിൽ ജീവിക്കുന്നതിനുള്ള കഴിവ് അവർക്ക് വേണ്ടുവോളമുണ്ട്. രഞ്ജിത കഥാനായികയായ ശ്രീമതി N പൊന്നമ്മ കറുത്തിരണ്ടൊരു രഹസ്യം ഗോപനം ചെയ്യുന്നവൾ എന്ന നിലയിൽ ആദ്യ രംഗങ്ങളിൽ പരാജയപ്പെടുന്നു. പക്ഷേ ആ നടിയുടെ രാജയെന്നുള്ള പ്രണയമസൃണമായ വിളി ഏറ്റവും ഹൃദ്യവുമായിരുന്നു. നാടകം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും ആ മധുരമേറിയ വിളി ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. പുരുഷന്മാരിൽ ചന്ദ്രൻ്റെ ഭാഗം അഭിനയിക്കുന്ന ശ്രീ KP കൊട്ടാരക്കര ഭാവന സമ്പന്നനായൊരു നടനാണ്. പല ഭാഗങ്ങളിലും അദ്ദേഹം അഭിനന്ദനാർഹമാവിധം അഭിനയിക്കുന്നുണ്ട്. എന്നാലും കുറേ കൂടി ശ്രമിക്കുന്നത് നന്നായിരിക്കും. ശ്രീകണ്ഠക്കുറുപ്പായി അഭിനയിക്കുന്ന മിസ്റ്റർ ശങ്കരൻകുട്ടി നായരും സ്വാഭാവികതയുള്ളൊരു നടനാണ്. പക്ഷേ ഞരമ്പുകൾ പൊട്ടത്തക്ക രീതിയിലുള്ള സംഭാഷണം പലപ്പോഴും സ്വാഭാവികതയ്ക്ക് കണ്ടകോടാലിയായിത്തീരുന്നുണ്ട്. കാണികളെല്ലാവരും ബധിരന്മാരല്ലെന്ന് അദ്ദേഹം ഓർത്തിരുന്നാൽ മതി. ശ്രീ NP പിള്ള കാണികളെ വേണ്ടുവോളം ചിരിപ്പിച്ചു. SP പിള്ള കാണികളെ വേണ്ടുവോളം ചിരിപ്പിച്ചു. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ആളുകളെ ചിരിപ്പിക്കണമെന്ന മനഃപൂർവ്വ ഉദ്ദേശത്തോടു കൂടിയും അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഫലിതങ്ങൾ പലപ്പോഴും അസ്ഥാനത്താണെങ്കിലും അതിൽ അദ്ദേഹമല്ല തെറ്റുകാരൻ. ഇങ്ങനെയാണ് സ്നാപ്പ് നമ്പർ 1061 വരും. സുഹൃത്തുക്കളെ, അങ്ങനെ ഇന്നത്തെ ഈ 2ാമത്തെ എപ്പിസോഡും ഇങ്ങനെ നിർത്തുകയാണ്. ഇനി ഇതിൽ തന്നെ കുറച്ചുകൂടി 3-4 ചാപ്റ്ററുകളുണ്ട്. നമ്മളിത് ഈ ഒരു ആക്ട് ചെയ്ത് ഫലിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയാണ് ഇത്തരം ലേഖനങ്ങൾ പോലും ഒരു ആക്ടറുടെ നവരസങ്ങളിലൂടെ കടക്കാൻ പറ്റുമോ എന്നുള്ള എൻ്റെ ഒരു പരിശീലന കളരി പോലെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ എന്നെപ്പറ്റി എന്നുള്ള P. ജാനിയുടെ ഈ കുറിപ്പുകളിലൂടെ തന്നെ വീണ്ടും സഞ്ചരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിലേക്ക് വരാം.